ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് വന്ന് ഇതുപോലെ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിലെ മോശം ഉദ്ദേശമല്ലാതെ പിന്നെ എന്ത് നല്ല ഉദ്ദേശമുള്ളത്? എനിക്ക് നിന്റെ മുഖം കാണുമ്പോ തന്നെ ദേഷ്യം വരിക. ഒന്ന് മനസ്സിലാക്ക പ്ലീസ്. ഞാൻ മേഡത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാ. ഒരു പെണ്ണിനെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നത് നല്ല ഉദ്ദേശമാണോ? ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട നീ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഒന്ന് മനസ്സിലാക്കിക്കോ, എന്നെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിന്റെ മനസ്സിലിരിപ്പ് നടക്കാനും പോകുന്നില്ല. എന്നെ സത്യത്തില് നിങ്ങൾ പൂർണ്ണമായും തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധാരണയൊക്കെ നിനക്കാണുള്ളത്. തെറ്റ് ചെയ്യുന്നത് നീയാ. ഇനി ഒരിക്കലും എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹം പോലും ഇല്ല. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കയില്ല. എനിക്കിപ്പൊ തന്നെ പോണം. മേഡം, ഇല്ല മേഡം, നിങ്ങൾ പോവാൻ ഞാൻ അനുവദിക്കില്ല. ഒരു കാരണവശാലും നിശ്ചയ സ്ഥലത്തേക്ക് പോവാൻ പാടില്ല. ആ മുഹൂർത്തത്തിൽ തീരുമാനിച്ച നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ല. വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. എനിക്ക് പോയേ പറ്റും. ഞാൻ പോകും മാത്രം തന്നെ. നിങ്ങൾക്ക് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാ. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കും മേഡം. എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞില്ലേ? തൃശൂൽ, തൃശൂൽ വാതിൽ തുറക്ക്. എന്തായി കാണിക്കുന്നേ നീ? തൃശൂൽ, തൃശൂൽ, പ്ലീസ് വാതിൽ തുറക്ക്. തൃശൂൽ, വാതിൽ തുറക്ക്. ആരെങ്കിലും ഒന്ന് വരുമോ? ആരെങ്കിലും വന്നെന്ന് രക്ഷിക്ക് പ്ലീസ്, രക്ഷിക്ക്. ഇവിടെ കിടന്ന് എത്ര കൂവിയാലും കേൾക്കില്ല. മനസ്സിലായല്ലോ? എന്താ മേഡം, എന്താ സൈലന്റ് ആയി പോയേ? ഓ, ഇവിടുന്ന് എങ്ങനെ പുറത്തിയാടുന്ന ആലോചിക്കാണോ? ഇവിടുന്ന് പുറത്തിയാടാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ എല്ലാം ഞാൻ ക്ലോസ് ചെയ്തിരിക്കുക. ഇങ്ങനെ വെറുതെ കൂവി തൊണ്ട കളയുന്നതിന് പകരം മുഹൂർത്തം കഴിയുന്നത് വരെ ഇവിടെ സൈലന്റ് ആയിട്ടിരുന്നു. തൃശൂൽ വാതിൽ തുറക്ക്. എനിക്ക് പോയേ പറ്റൂ. മാഡം, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ പ്ലീസ്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അതിന്റെ ഫലം എന്തായിരിക്കും നിനക്കറിയില്ല. വേണ്ട മാഡം, ആ ദേഷ്യം എനിക്ക് കാണാൻ ഒട്ടും ആഗ്രഹമില്ല. ആ ദേഷ്യം ഈ 4 ചുവരുകൾക്കിടയിൽ നിൽക്കണം. തൃശൂൽ, മഹാദേവ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗമില്ലേ? എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താണ് മോനെ, എന്തായി നോക്കുന്നേ? ശിവാനിയാണോ? ചേട്ടാ, ചേച്ചി ഇങ്ങോട്ട് വന്നോളും. എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കണേ? ദേ നോക്കി, കുറച്ചൊക്കെ നല്ല ക്ഷമയോട് കൂടി കാത്തിരിക്കണം കേട്ടോ. ഹേ, അങ്ങനൊന്നുമില്ല. അങ്കിള് ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. എടാ ഗോവിന്ദ, എന്താ അളിയാ? തൃശ്ശൂല് വന്നു നോക്കിയേ. ശിവാനിയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതല്ലേ? ഓ, ഇവൻ എപ്പോ നോക്കിയാലും ഇങ്ങനെയാണല്ലോ. ഒരു ജോലി ഏൽപ്പിച്ചാലും മര്യാദക്ക് ചെയ്യില്ല. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ നോക്കിട്ട് വരാം. എപ്പോ നോക്കിയാലും എന്റെ മോന്റെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എങ്ങനെ എന്റെ മെക്കിട്ട് കയറുന്നു? ഉണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്. അളിയാ, ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. നന്ദീശ, അവന് ഫോൺ ചെയ്തിട്ട് എവിടെ ഉള്ളതെന്നൊന്നും ചോദിച്ചു. ശരി മുരളി. അച്ഛൻ ഫോൺ ചെയ്യുന്നു. എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യണല്ലോ. പറയാച്ച, നീ ഇത് എവിടെയാടാ? എല്ലാവരും നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീ അവിടെ എന്തെടുക്കുക? തൃശൂൽ വാതിൽ തുറക്ക്. എനിക്ക് പോയേ പറ്റൂ. ഒന്നും മിണ്ടാതിരിക്കെ. എടാ മോനെ, നീ ഇത് എന്ത് വിചാരിച്ചാ? മുഹൂർത്താവാറായി. ഇനി നീ എപ്പ എത്താനാ? അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് വന്നാ മതിയോ? ശിവാനി മേഡത്തിനെ കൂട്ടിക്കൊണ്ട് വരണ്ടേ?
അവർ ഇതുവരെ റെഡി ആയിട്ടില്ല. റെഡിയായി അപ്പൊ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നീ ആ ഡ്രസ്സും കൊണ്ട് പോയിട്ട് എത്ര നേരമായി, എന്നിട്ട് ഇതുവരെ റെഡി ആയില്ലേ? അച്ഛാ പറഞ്ഞ ഇതൊന്നും മനസ്സിലാവില്ല. ലേഡീസിന് റെഡി ആവാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ? ഞാൻ ഈ തിരക്ക് പിടിച്ച അവർക്കൊന്ന് ശരിക്കും റെഡി ആവാനും പറ്റില്ല. പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നം. അതുകൊണ്ടാ ശിവാനി മാഡം സമാധാനമായിട്ട് ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് വെയിറ്റ് ആ ചെയ്യാം. ശരി വേഗം ഇറങ്ങാൻ നോക്ക്. ആയിക്കോട്ടെ, വേഗം വരാം. ശിവാനി മാഡം റെഡി ആയി അപ്പൊ തന്നെ ഞാൻ അവിടേക്ക് വരാം. എന്താടാ പറഞ്ഞു? അത് മുതലാളി, ശിവാനി മാഡം റെഡി ആയിക്കൊണ്ടിരിക്കുക. മാഡം റെഡിയായ ഉടനെ ഇങ്ങോട്ട് എത്തിക്കോളൂ. ഓക്കെ. പിന്നെ നീ മനുഷ്യരൂപം സ്വീകരിച്ചോ? എന്റെ മന്ത്രശക്തിക്ക് മുമ്പിൽ നിന്റെ പ്രകടനം നന്നല്ല. എന്റെ കൂടോത്രത്തെ ജയിക്കാനുള്ള മറുപടിയൊന്നും നിനക്കറിയില്ലല്ലോ. വേണ്ട, നിന്റെ ശ്രമം പാഴ്മോഹം മാത്രമാണ്. നിന്റെ ശരിക്കുള്ള രൂപം പുറത്തെടുക്കാൻ ഞാൻ ഇനിയും വേറെ പല മന്ത്രങ്ങളും പ്രയോഗിച്ചു തുടങ്ങും. ആ മന്ത്രോച്ചാരണം കഴിയുന്നതിന് മുൻപ് നീ പൂർണ്ണമായും എന്റെ മുൻപിൽ അടിമപ്പെട്ടിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ ആ മന്ത്രം പ്രയോഗിക്കുന്നതാണ്. ഇതാണ് ശരിയായ സമയം. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ യഥാർത്ഥ രൂപം ഇവൾക്ക് മനസ്സിലാകും. എന്താ ചെയ്യാ? അയ്യോ, എന്താ ഇത്? എന്റെ ശ്രമങ്ങളൊന്നും ഫലിക്കുന്നില്ലല്ലോ. മഹാദേവ. ഗരുഡാ, പറയൂ മഹാമായി. അവളുടെ മേലൊരു കണ്ണു വേണം. ശരി മഹാമായി. ആ നിൽക്കൂ. നിനക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല. ആ ശ്രമം നീ ഇവിടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നോക്ക്, എനിക്കിവിടുന്ന് പോയേ പറ്റൂ. എന്റെ വഴി തടസ്സപ്പെടുത്താൻ നിന്നാ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. മഹാമായിയെ പറ്റിച്ചിട്ട് എന്റെ കണ്ണു വെട്ടിച്ചിട്ട് പോകാനുള്ള നിന്റെ ശ്രമം സാധ്യമല്ല. ആദ്യം ഞാൻ ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. ഇവൾ ഇതെവിടേക്ക് പോയി? എവിടേക്കാണ് രക്ഷപ്പെട്ടു പോയത്? ഗരുഡാ, 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 ഗരുഡാ. ഇവനിതെന്തു പറ്റി? അവൾ എവിടെ? ക്ഷമിക്കും മഹാമായെ, അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അവൾ പാമ്പായി മാറി. എന്റെ മേൽ അവൾ വിഷം പ്രയോഗിച്ചു. ഞാൻ ബോധരഹിതനായി മാറി. എന്റെ കൺമുമ്പിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോയോ? ഈ കാട്ടിനുള്ളിൽ നിന്ന് അവൾ എങ്ങനെ പുറത്തു കിടക്കുന്നു നോക്കണമല്ലോ. ഗരുഡ, ഈ കാര്യം നീ ദിഗ്വിജയനെ അറിയിക്ക്. തൃശൂൽ, എന്തിനാ നീ നോണ പറഞ്ഞേ? ഞാൻ റെഡി ആയിട്ടില്ല, എനിക്ക് വേണ്ടി നീ കാത്തിരിക്കാന്ന്. നോണ പറഞ്ഞ നീ ആ വീട്ടുകാരെ മുഴുവൻ പറ്റിക്കാണല്ലേ? മാഡം, എനിക്കിന്ന് നോണ പറഞ്ഞേ പറ്റൂ. വേറെ വഴിയില്ല. സത്യം പറഞ്ഞ അവർക്കെല്ലാം മനസ്സിലാവില്ലേ? നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ? പ്രതികരിക്കാൻ പറ്റില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എന്നെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് അടച്ചിട്ടിട്ട് ഞാൻ റെഡിയായില്ലെന്ന് പറഞ്ഞ് നീ എന്റെ മേലെ തെറ്റാരോപിച്ച് രക്ഷപ്പെടാൻ നോക്കാണോ? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീയാണ് തൃശൂൽ. നീ തന്നെയായിരിക്കും പ്രതിസ്ഥാനത്ത് നിൽക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, ശരി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അങ്ങനെ ഒരു ദുരന്തം നടക്കാതിരിക്കാൻ എന്ത് അപരാധം ചെയ്യാനും ഞാനിപ്പോ തയ്യാറാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് കൊണ്ട് എന്ത് ലാഭം നിനക്കുള്ളത്? ലാഭം എനിക്കല്ല, നിങ്ങൾക്കാ. നിങ്ങൾക്ക് ജീവിച്ചിരിക്കണമെന്നില്ലേ? ആരും ആരുടെ ജീവനും എടുക്കാൻ പോകുന്നില്ല തൃശൂൽ.
അത് നിന്റെ മനസ്സിന്റെ തോന്നല് മാത്രം. തോന്നലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇത് നടക്കും, എന്തായാലും നടക്കും. അതിനുശേഷം പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കുന്നുള്ളത് നിന്റെ തോന്നല് മാത്രം. അത് നീ ആദ്യം മനസ്സിലാക്ക്. ആദ്യം എന്നെ ഇവിടെ നിന്നൊന്ന് വിട്. എനിക്ക് പോയേ പറ്റൂ. ഇല്ല, ഒരു കാരണവശാലും നടക്കില്ലത്. പ്ലീസ് തൃശൂൽ. ഇതെന്താ ഇത്? എനിക്ക് പുറത്ത് കടക്കാനേ പറ്റുന്നില്ലല്ലോ. ആരും എന്നെ തടയുന്നത് പോലെയാ തോന്നുന്നേ. ഏത് ശക്തിയാ ഇത്? എന്റെ ശക്തിക്ക് മേലെ ഒരു ശക്തിയോ? അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഗരുഡ, പോകൂ, അവളെ അവിടെ തന്നെ വെച്ച് തീർത്തിട്ട് വാ. മഹാദേവ, ഏ നാഗറാണി, എന്റെ ശക്തി എത്രയെന്ന് പരീക്ഷിക്കുന്നുവോ? ഗരുഡനെ പോലും കൊല്ലുവാനുള്ള ശക്തിശാലിയാണെന്നാണോ നിന്റെ വിചാരം? ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ശക്തിയാണോ അതോ നാഗലോകത്തിലെ ശക്തിയാണോ വലുതെന്ന് നമുക്ക് നോക്കാം. എന്താ എനിക്കിങ്ങനെ വല്ലാത്ത തളർച്ച പോലെ? എന്റെ ശക്തി എന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ തോന്നുകയാണല്ലോ. എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണോ? ആ ദുഷ്ടത എതിർക്കാനുള്ള ശക്തി എന്തോ എനിക്ക് ഇല്ലാതാവുന്നത് പോലെ തോന്നുന്നു. ഇനി എന്താ ചെയ്യാ? ആ രാക്ഷസി ഉറപ്പായിട്ടും എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. എന്റെ ദൗർബല്യം അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ ചെയ്യാ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. ഒറ്റയ്ക്ക് അവരെ എതിർക്കാൻ എനിക്ക് കഴിയില്ല.
എന്റെയും. ഇല്ല, എനിക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ശിവാനിയുടെ സഹായം കൂടിയേ പറ്റൂ. ശിവാനിയോട് ഈ കാര്യങ്ങളെല്ലാം പറയണം. എന്റെ ശക്തിയോട് അവളുടെ ശക്തികൾ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവരെ എന്തായാലും എനിക്ക് നേരിടാൻ സാധിക്കും. ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് എന്റെ അവസ്ഥ എന്താണെന്ന് അവൾ അറിയിച്ചേ പറ്റൂ. അവരെ എല്ലാവരെയും കൊന്ന് നാഗമാണിക്യം തിരിച്ചു പിടിച്ചേ പറ്റൂ. ഞാനിപ്പൊ തന്നെ ശിവാനിയെ സന്ദേശം അറിയിക്കണം. മഹാദേവ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ശിവാനി, എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി. ഞാനിപ്പോൾ അപകടത്തിലാണ്. പെട്ടെന്ന് വന്ന് എന്നെ രക്ഷിക്കണം. ഇനി എനിക്ക് പുറത്തു കിടക്കാൻ പറ്റും. ഇതെന്തായത്? പെട്ടെന്നാള് സൈലന്റ് ആയി പോയല്ലോ. ഇതുവരെ ഒച്ച വെച്ചുകൊണ്ടിരിക്കായിരുന്നല്ലോ. അല്ല, ഇതെന്തായത്? പാമ്പ് ചീറ്റുന്നത് പോലെ. അയ്യോ, ശിവാനിയുടെ ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. ഇനി പാമ്പ് കടിച്ചിട്ടുണ്ടാവോ? അയ്യോ, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് പണ്ടേ അടഞ്ഞു കിടന്നിരുന്ന വീടല്ലേ. ഇനി വല്ല പാമ്പെങ്ങാനും ആള് കടിച്ചിട്ടുണ്ടാവോ? എന്താ ചെയ്യാ? ആള് പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കരയേണ്ടതല്ലേ? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ? ജനലിലൂടെ നോക്കാം. ഹലോ മാഡം, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരിപ്പ് സമരം നടത്തിയാ ഞാൻ അയ്യോ പാവെന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാഡം, ആള് ചില്ലറക്കാരിയല്ലല്ലോ. മാഡം, ഇനി എന്തൊക്കെ തന്നെ ചെയ്താലും ഇവിടെ നിന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ.
മഹാദേവ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ശിവാനി, എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി. ഞാൻ അപകടത്തിലാണ്. വേഗം വന്ന് നീ ഒന്ന് രക്ഷിക്കേ. നീലി, ഇതെന്താ? നീലിയുടെ സന്ദേശ ശബ്ദമല്ലേ ആ കേട്ടത്? എന്നുവെച്ചാ അവൾ ഏതോ അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണെന്നല്ലേ അർത്ഥം? അതുകൊണ്ടാണ് ഈ സന്ദേശം അയച്ചത്. ഞാനിപ്പോ എന്താ ചെയ്യാ? അവിടെ ചെന്ന് ഞാൻ അവളെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തിയേ തീരൂ. എന്താ ചെയ്യാ? തൃശൂൽ, ദയവ് ചെയ്ത് നീ വാതിൽ തുറക്ക്. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. പറയുന്ന കേക്ക്. ദയവ് ചെയ്ത് വാതിൽ തുറക്ക്. പ്രധാനപ്പെട്ട ജോലിയോ? ഈ എൻഗേജ്മെന്റിന് പോകുന്നതാ പ്രധാന ജോലി. ഞാൻ നിങ്ങളെ വിടില്ല. ഒരു കാരണവശാലും പുറത്തേക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. അല്ല മാഡം, ഞാൻ സ്വപ്നത്തിൽ കണ്ടതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കിപ്പോ വിടാനും പറ്റില്ല മാഡം. ഇല്ല, എത്ര പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല. ഇവൻ എന്നെ പുറത്ത് വിടാൻ പോകുന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.